രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ നോക്കിയോ, ഇതിനു മുമ്പ് ഞാൻ 2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വമ്പൻ ലിസ്റ്റുകളൊക്കെ ഇനി വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവ് ഏകദേശം കൺഫേം ആയിട്ടിരിക്കുകയാണ്. ഞാനത് കൺഫേമായി ഇപ്പോഴും ഞാൻ പറയുന്നില്ല, പക്ഷേ പോസ്റ്റിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ ഇപ്പോഴും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ ഇവിടെ ഞാനൊരു വാർത്ത വെച്ച് തരാം. ഇപ്പോൾ രാഹുലിൻ്റെ തിരിച്ചുവരവ് ഏകദേശം കൺഫേം ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. സംഭവം ശരിയാണ്. അപ്പോൾ ഞാനിത് മുമ്പേ അറിഞ്ഞ സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം മുമ്പ് പോസ്റ്റിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വമ്പൻ ടെസ്റ്റ് വരുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണം. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേക്കണം. കാരണം ഞാൻ രാഹുൽ എപ്പം ഇത് ഔട്ട് പുറത്തേക്ക് വിടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഇതാകുമ്പോഴത്തേക്ക് ഞാൻ അതിന് മുമ്പേ വിടുന്നതായിരിക്കും രാഹുൽ തിരിച്ച് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൺഫർമേഷൻ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേക്കണം. അപ്പം പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുലിനെ ഞാൻ കാണാൻ പോകുന്നുണ്ട്. പറ്റുമെങ്കിൽ രാഹുലിനെ ഞാൻ ഇതുവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ രാഹുലിനെ ഞാൻ പോകുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ലൈവിൽ കൊണ്ടുവരാൻ നോക്കാം. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ എൻ്റെ ഫോളോവേഴ്സാണ്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് രാഹുലുമായിട്ട് ലൈവിനകത്ത് വരാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം അതിനുള്ള പരിപാടിയൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ ഒരു ന്യൂസ് വെച്ച് തരാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. രാഹുൽ മാങ്കൂട്ടം സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുമോ? രാഹുൽ വീണ്ടും ജനപ്രതിനിധിയാകുമോ? ഭാവിയിൽ അയാൾ കേരളത്തിൻ്റെ മന്ത്രിയാകുമോ? ആകാംക്ഷയോടുകൂടി നിരവധി മലയാളികൾ ഉത്തരം തേടുന്ന ചോദ്യങ്ങളാണിത്. നമുക്കറിയാം, രാഷ്ട്രീയ ജീവിതത്തിൽ ഗ്ലാമറിൻ്റെ പാരമ്യതയിൽ നിൽക്കുമ്പോഴാണ് പീഡന കേസുകളിൽ പ്രതിയായി രാഹുൽ മാങ്കൂട്ടം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം സംജാതമായത്. 3 പീഡന കേസുകളാണ് അയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ പീഡന കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ളത് കൊണ്ട് മാത്രമാണ് രാഹുലിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുവാൻ അവസരം നിഷേധിക്കപ്പെട്ടത്. ഏതൊക്കെയാണെങ്കിലും ഈ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിൽ മാത്രമേ രാഹുലിന് സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുവാൻ സാധ്യതകളുള്ളൂ എന്നാണ് പൊതുവിലയിരുത്തൽ. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന കേസുകൾ റദ്ദാകാൻ പോകുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വെറുതെ സംസ്ഥാന സർക്കാരോ പോലീസോ അല്ല ഈ കേസുകൾ റദ്ദാക്കാൻ പോകുന്നത്. നേരെ മറിച്ച് കൃത്യമായ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെയുള്ള പീഡന കേസുകൾ റദ്ദാകാൻ പോകുന്നത്. ഈ വിധിയുടെ വിശദാംശങ്ങളിലേക്കും വിശകലനമല്ല, ഹിന്ദു വിവാഹ നിയമത്തിലെ ഏടുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് വിവാഹിതരായ ഒരു വ്യക്തിക്ക് ആ വിവാഹബന്ധം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു വിവാഹബന്ധത്തിലേക്ക് പോകുവാനുള്ള നിയമസാധുത ഇല്ല. അതുകൊണ്ട് തന്നെ വിവാഹിതയായ ഒരു സ്ത്രീ തന്നെ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാതി നൽകാൻ പോലും അർഹതയില്ല എന്നും സുപ്രീം കോടതി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇതെങ്ങനെ ആശ്വാസകരമാകുന്നു എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത്. നമുക്കറിയാം, രാഹുലിനെതിരെ നൽകപ്പെട്ടിട്ടുള്ള 3 പീഡന പരാതികളിൽ 2 കേസുകളിലെയും ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസുകളിലെ പരാതിക്കാർ എന്ന് പറയുന്നത് വിവാഹിതരായ സ്ത്രീകളായിരുന്നു. ആദ്യ കേസിലെ പരാതിക്കാരി ഒരു മാധ്യമ പ്രവർത്തകയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളും സമൂഹ മാധ്യമ പരാമർശങ്ങളും സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കേസിലെ പരാതിക്കാരി ഒരു വിദേശ മലയാളിയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ 2 സ്ത്രീകളും രാഹുലുമായി ബന്ധം സ്ഥാപിച്ചതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും ഇവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിയമപരമായി വിവാഹിതരായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇവർ പരപുരുഷനായ രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത്. നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയുടെ നിയമം അനുസരിച്ച് പ്രായപൂർത്തിയായ 2 വ്യക്തികൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അവർക്ക് പരസ്പരം സമ്മതമാണെങ്കിൽ നിയമപരമായി അതൊരു ക്രിമിനൽ കുറ്റമല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ 2 കേസുകളിലെയും പരാതിക്കാർ വിവാഹിതരായതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ 2 പീഡന കേസുകളും റദ്ദാകുമെന്നുള്ള സൂചനയാണ് നിയമവൃത്തങ്ങൾ നൽകുന്നത്. ഓക്കെ, ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം രാഹുലിൻ്റെ ഈ കുറ്റപത്രം എഴുതിയേക്കുന്ന അതൊക്കെ കൊണ്ടുപോയി പണി നോക്ക്, വേറെ എഴുതിക്കൊണ്ട് വരാൻ. കുറ്റപത്രമൊക്കെ ചുമ്മാ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്ന സംഭവമാണ്. ഇത് ഇലക്ഷന് മുമ്പ് നടന്നൊരു ഡ്രാമ. ഒരു തെളിവും ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു കുറ്റപത്രം എഴുതി വെച്ചേക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സുപ്രീം കോടതി തള്ളിക്കളയുകയും പോയി വേറെ തയ്യാറാക്കി കൊണ്ടുവരാൻ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊന്നും ഇനി
കാണാൻ അതൊന്നും ഇനി എഴുതിക്കൊണ്ട് വരാനും പോകുന്നില്ല, കാണാനും പോകുന്നില്ല. കാരണം ഇത് തെളിവുകളൊന്നും ഇല്ലാതെ എന്ത് കുറ്റപത്രം ഉണ്ടാക്കാനാണ്? ഇത് പുള്ളിയെ കൊടുക്കാൻ വേണ്ടിയിട്ട്, പുള്ളിയെ രാഷ്ട്രീയപരമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ സമയത്ത് നടത്തിയൊരു ഡ്രാമ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കിയേ, രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇനി ആർക്കും മാധ്യമങ്ങൾക്ക് പോലും ഒരു വാർത്ത കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഇപ്പം ഈ ഒരു വാർത്ത മറുനാടനിലൂടെ പുറത്തു വന്നപ്പോഴായിരിക്കും ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ അറിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ കുറ്റപത്രം തിരിച്ചു കൊണ്ട് ഓടിക്കോളാൻ പറഞ്ഞത് മറുനാടനിലൂടെ വന്നപ്പോഴായിരിക്കും എല്ലാവരും അറിയുന്നത്. ഇപ്പോൾ രാഹുലിൻ്റെ ഒരു വാർത്തകളും മാധ്യമങ്ങൾക്ക് പോലും കൊടുക്കുകയും വേണ്ട, രാഹുലിനെതിരെ പരാതിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിലൂടെ തന്നെ മനസ്സിലാക്കുക, പുള്ളിയുടെ കരിയർ നശിപ്പിച്ച് രാഹുൽ എന്നൊരു വ്യക്തിയെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്ത് ചാടിച്ചു കഴിഞ്ഞാൽ കാരണം പിന്നെ എല്ലാവർക്കും കയറി അങ്ങോട്ടും മേയാം, നിരങ്ങാം എന്നുള്ളൊരു ധാരണയായിപ്പോയി. പക്ഷേ പുള്ളി ഇരിക്കുന്നതിനേക്കാളും ഭയങ്കര ശക്തിയോടെയാണ് പുറത്തിരുന്നിട്ട് ഓരോ വീഡിയോകളിലൂടെ അല്ലെങ്കിൽ ഓരോ പോസ്റ്റുകളിലൂടെ തിരിച്ചടിക്കേണ്ടത്, നല്ല ശക്തമായിട്ട് തിരിച്ചടിക്കുന്നത് അല്ലേ. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയേ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടം MLA ആയിട്ടില്ലെങ്കിൽ തന്നെ ആ പാലക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട്, പാലക്കാട്ടിലെ ഓരോ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം അവിടെ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്കറിയാം പാലക്കാട് ഏകദേശം 1.5 കൊല്ലം മാത്രമാണ് MLA ആയിട്ട് അവിടെ തുടർന്നത്. ആ സമയത്ത് സ്മൈൽ പദ്ധതി ഒരു പദ്ധതിയും കൊണ്ടുവന്ന്, സ്മൈൽ പദ്ധതി ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് 100 വീടുകളാണ് പാവപ്പെട്ട സാധാരണക്കാർക്ക് രാഹുൽ മാങ്കൂട്ടം വെച്ചു കൊടുക്കാമെന്നുള്ളൊരു ഉറപ്പ് നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതാണ് എത്രയോ വീടുകൾ പണി കഴിപ്പിച്ച് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പാല് കാച്ചും നടത്തി കൊടുക്കുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും ഒരു വീടും കൂടെ രാഹുൽ അവിടെ പാലക്കാട്ടിലെ സാധാരണക്കാർക്ക്, വീടൊന്നുമില്ലാത്ത ആളുകളുടെ അവസ്ഥ അവർക്കേ മനസ്സിലാവും. ഈ കോരിച്ചൊരിയുന്ന മഴയത്തൊന്ന് കയറി കിടക്കാനെ കൊണ്ടൊരു വീടൊന്നും ഇല്ലെങ്കിലും നല്ല ആലോചിച്ച് നോക്കി. ഈ ഇഴജന്തുക്കളെ ശല്യവും അതുപോലെ അങ്ങനെ മൊത്തത്തിൽ വീട് ഇല്ലാത്ത ആളുകൾക്ക് നല്ലൊരു പദ്ധതിയുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം MLA ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴും പുള്ളി അത് ചെയ്യുന്നുള്ളതെന്ന് ഓർക്കുമ്പോഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, സാധാരണ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ, ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും ഒന്നുകിൽ തോറ്റു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാലോ പിന്നെ ആ പരിസരത്തോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ പുള്ളിയുടെ ഒരു പൊതുപ്രവർത്തനം ആത്മാർത്ഥമായിട്ടാണ് പുള്ളി ഇപ്പോഴും പാലക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യം രാഷ്ട്രീയപരമായിട്ട് കൊണ്ടിട്ട് പുള്ളിയെ തകർത്തിട്ട് ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാരൊക്കെ ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ രാഹുൽ എന്നൊരു വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അത് നശിപ്പിച്ച് കളഞ്ഞു എന്നാണെങ്കിൽ പറയാം അല്ലേ. ഇനി അവിടെ ഒരു വീഡിയോ വയ്ക്കാം. ഇപ്പം റീസെൻ്റായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടിൽ പുതിയൊരു വീടും കൂടെ, സ്മൈൽ ഭവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പുതിയൊരു വീടും കൂടെ ഉദ്ഘാടനം ചെയ്ത് നടത്തി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ അവിടെ കണ്ടത്. അതും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകേ. ഓക്കെ, കണ്ടല്ലോ. ഇനി ഞാനിവിടെ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണാനിടയുണ്ടായി. പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ, രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് കാര്യം തന്നെയാണ്. ഇപ്പം പാണക്കാട്ടെ കല്യാണത്തിനൊക്കെ രാഹുൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുലും തങ്ങളൊക്കെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ കണ്ടിട്ട് കുറേ കുരു പൊട്ടുന്ന കുറേ ടീംസുകൾ, അതും വർഗീയത പറഞ്ഞുകൊണ്ട് വന്ന് കുറേ ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട്. എന്നും ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്രയും നമ്മളെ മലയാളികൾ, അരിയാഹാരം കഴിക്കുന്ന ആളുകൾ ഇത്രയും ബുദ്ധിയില്ലാത്ത ആളുകളാണോ? എന്ത് കണ്ടാലും അവിടെ വർഗീയത കൊണ്ടിടുന്ന കുറേ ടീംസുകളുണ്ട്. അപ്പോൾ എന്തായാലും രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം, അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. രാഹുൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.
അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അറിയിക്കുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. എന്തായാലും രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഇന്നലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ശ്രീ മുനവർ അലി തങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് രാഷ്ട്രീയമല്ല, അതിലൊരു ആത്മീയ ദൈവീകമായ നന്മയുണ്ട്. പലപ്പോഴും അന്യായമായി അനീതിക്ക് വിധേയനായി കല്ലെറിയപ്പെട്ടവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭരണകൂടം, പ്രത്യേകിച്ച് പിണറായി ഭരണകൂടം, പോലീസ്, മാധ്യമങ്ങളെല്ലാം വേട്ടയാടി ഒറ്റയ്ക്ക് രാഹുലിനെ ആക്കി ചുറ്റും നിന്ന് വേട്ടയാടിയ ഒരു അനുഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായത്. വേണ്ട രീതിയിൽ തന്റെ പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി വേണ്ട രീതിയിൽ അദ്ദേഹത്തെ കേട്ടില്ല. ഞാൻ ഈ വിമർശനം ആദ്യം മുതലേ ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നീട് ഹാഷ്മീഡ് ഇന്റർവ്യൂവിൽ തുറന്നു പറയുകയുണ്ടായി. പക്ഷേ ശ്രീ മുനവർ അലി തങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. തങ്ങൾ കുടുംബത്തിലെ എല്ലാവരെയും, പ്രത്യേകിച്ച് തങ്ങൾ കുടുംബം, നമ്മുടെ ക്രിസ്ത്യൻ പാതിരിമാർ, നമ്മുടെ ശിവഗിരി മഠം അടക്കമുള്ള ആൾക്കാർ, നമ്മുടെ ഭാരതകേസരി മന്നത്തുനാഭന്റെ പാരമ്പര്യത്തിൽ വരുന്ന ആൾക്കാർ അടക്കം എല്ലാവരും, യോഗക്ഷേമ സഭയും KPMS എല്ലാം കേരളത്തിന്റെ സമൂഹത്തെ സമ്പന്നമാക്കിയതാണ്. നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം. ആ മുനവർ വീഡിയോ ഒരു വല്ലാത്ത നന്മയും വല്ലാത്ത സ്നേഹവും സന്തോഷവും എനിക്ക് തോന്നി. മുസ്ലിം ലീഗുകാരോട്, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ കൊടുത്തത് മുസ്ലിം ലീഗുകാരാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊരു നന്മയുണ്ട്. ആ നന്മ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമാണ്. അതായത് വേട്ടയാടപ്പെട്ടവന്റെ കൂടെ നിൽക്കുക, ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ കൂടെ നിൽക്കുക, അനീതി ആരോടാണോ ചെയ്തത് അവന്റെ കൂടെ നിൽക്കുക. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കള്ളക്കേസിൽ കുടുക്കി പിണറായി വിജയൻ സർക്കാർ 3 തവണ വേട്ടയാടി, 1 തവണ അറസ്റ്റ് ചെയ്തു, വീണ്ടും കള്ളക്കേസുകൾ കൊണ്ടുവന്നു. കള്ളക്കേസുകളാണെന്ന് എല്ലാ കോടതികളിലും തെളിഞ്ഞു, കള്ളക്കേസുകൾ പൊളിഞ്ഞു വീണു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടി ഇന്നും തയ്യാറായിട്ടില്ല. തയ്യാറാകുമെന്നും രാഹുൽ ശക്തമായി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണേണ്ട ഒരു വീഡിയോ ആണ്, ഒരു നന്മയുള്ള വീഡിയോ ആണ്. എനിക്കതിൽ രാഹുലിന്റെ ആ ചിരി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ലൈനും വളരെ പ്രസക്തമാണ്. ആ ലൈൻ ഇങ്ങനെയാണ്: തണലേകുന്നൊരു തങ്ങൾ, പ്രിയപ്പെട്ട മുനവർ അലി തങ്ങൾ. വളരെ നല്ലതാണ്. ഞാനും എൻ്റെ സ്റ്റോറി ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. കാര്യം ഇതൊരു നന്മയുള്ളതാണ്. ആ ബോഡി ലാംഗ്വേജും ഒക്കെ അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ആ വ്യക്തമാകുന്ന കാര്യം എന്താ അറിയോ? ഏറ്റവും കൂടുതൽ രാഹുലിനെ മുസ്ലിം ലീഗ് ചേർത്ത് പിടിക്കുന്നതിന്റെ കാരണം രാഹുൽ നെഹ്റുവിയൻ സെക്കുലറിസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല. അതായത് രാഹുൽ നായരാണ്, പക്ഷെ രാഹുലിന് നായരാണെന്ന് പറ്റി ചിന്തയൊന്നുമില്ല. രാഹുൽ ഒരു നെഹ്റുവിയൻ സെക്കുലറാണ്. രാഹുലിനെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചത് മുസ്ലിം സമൂഹവും മുസ്ലിം ലീഗുമാണ്. അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ സമൂഹമാണ്. രാഹുലിനെ ഏറ്റവും കുറവ് ചേർത്ത് പിടിച്ചത് ഈ സോക്കോൾഡ് ഹിന്ദു സമൂഹവും വിശിഷ്യ നായന്മാരുമാണ്. അതിന്റെ കാരണം സ്ത്രീകളോടുള്ള സ്നേഹമൊന്നുമല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ഒരു സ്ത്രീകളോടുള്ള സ്നേഹവും സ്ത്രീ വിമോചനത്തോടെ താല്പര്യം കൊണ്ടൊന്നുമല്ല. അതായത് മാധ്യമങ്ങൾ ആക്രമിക്കുമ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്താൽ തങ്ങളെ കൂടെ മാധ്യമങ്ങൾ ആക്രമിക്കില്ല എന്ന് തോന്നൽ, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉദാത്തമായ ഒരു സ്ത്രീപക്ഷ ചിന്തയുണ്ടായിട്ടല്ല. രാഹുലിനോട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്താൽ തങ്ങളെ സ്ത്രീ വിരുദ്ധരായി ചിത്രീകരിക്കും, തങ്ങൾക്ക് മാധ്യമങ്ങളുടെ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന പേടി കാരണം മാത്രമാണ് മുസ്ലിം ലീഗ് അത് ചെയ്യാത്തത്. തങ്ങൾ കുടുംബം അത് ചെയ്യാത്തതിന് ആത്മീയമായിട്ടും ഒരു കാരണമുണ്ട്, സാമൂഹികമായിട്ടും കാരണമുണ്ട്. ആ റീസൺ പറയാനാണ് ഞാൻ യഥാർത്ഥത്തിൽ വീഡിയോ ചെയ്തത്. അതായത് യഥാർത്ഥത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക്, ഹിന്ദു സമുദായത്തിന് ഒരു ഒരുമയോ യോജിപ്പോ ഒന്നുമില്ല. ഈ നേതാക്കളാകുന്നതിന് മാധ്യമങ്ങളുടെ പിന്തുണ വളരെയധികം വേണം. കേരളത്തിൽ ഒരു മാധ്യമവും പ്രൊജക്ട് ചെയ്തില്ലെങ്കിലും തങ്ങൾ കുടുംബം തന്നെയായിരിക്കും മുസ്ലിം ലീഗിന്റെ അനിഷേധ്യ നേതാക്കൾ, മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന്റെ നേതാക്കൾ. അപ്പോൾ അവർക്ക് ആ ആത്മീയതയുണ്ട്, ആ കോൺഫിഡൻസ് ഉണ്ട്, ആത്മീയതയുമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. എന്നാൽ ഹിന്ദു സമൂഹത്തിലെ, നായർ സമൂഹത്തിലെ നേതാക്കളൊക്കെ മത്സരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെള്ളി പറഞ്ഞാൽ മീഡിയയുടെ കയ്യടി കിട്ടും എന്ന് പറഞ്ഞ് അതിലൂടെ സ്റ്റാർ ആകാൻ നോക്കുന്നവരാണ്. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കണം. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഹിന്ദുക്കൾക്ക് ഒരു കൂട്ടായ്മയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ ഒരു ശനിയാഴ്ച സത്സംഗങ്ങളൊന്നും ഹിന്ദുക്കൾക്കില്ല. അപ്പോൾ ഹിന്ദുക്കൾക്ക് നേതാവാകാനും ഒരു കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താനും കുറച്ച് ആൾക്കാർ തങ്ങളെ സപ്പോർട്ട് ചെയ്യിക്കാനും ഈ മീഡിയയുടെ സപ്പോർട്ട് എടുക്കുക മാത്രമേ വഴിയുള്ളൂ, വേറൊരു വഴിയില്ല. മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അവരുടെ നിലപാടുകൾ കുറച്ചുകൂടെ നീതിയുക്തമാകുന്നത്.
സത്യസന്ധമാകുന്നത്, മാധ്യമങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരാരെയും അങ്ങനെ വിട്ടുകൊടുക്കില്ല. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇതേപോലെ തെറ്റായ മാധ്യമങ്ങൾ ആക്രമിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മുസ്ലിം ലീഗ് കഴിയുന്നത്ര പിന്തുണ അന്ന് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ശക്തമായി തിരിച്ചു വരികയും ചെയ്തു. അതും കള്ളക്കേസായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നായരായ ഹിന്ദുവായ രാഹുൽ മാങ്കൂട്ടത്തിലിനോ അല്ലെങ്കിൽ ശ്രീ ദിലീപിനോ ഇവർക്കൊന്നും ഈ പിന്തുണ കിട്ടാത്തതിന്റെ കാരണം വേണ്ട രീതിയിൽ ആ കമ്മ്യൂണിറ്റി സപ്പോർട്ട് അവർക്കില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അത് മാത്രമല്ല കാരണം, അത് കൊണ്ടുകൂടിയാണ്. എന്തായാലും തങ്ങളുടെ ആ ചേർത്ത് നിർത്തൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ തങ്ങളെ പോലെ, ഉസ്താദ് അൻസാരി സുഹറിയെ പോലെ, നമ്മുടെ മികച്ച ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാരെ പോലെ, ക്ലെമിസ് തിരുമേനിയെ പോലെ, അങ്ങനെ ഒരുപാട് പേർ, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ക്രിസ്ത്യൻ തിരുമേനിയെ പോലെ നമുക്ക് ഹിന്ദുക്കൾക്കും ഇതേപോലുള്ള ആത്മീയ സാമൂഹിക നേതാക്കൾ വേണം. നമുക്ക് ജീവിതത്തിൽ നമുക്ക് നേരെ അനീതി വീഴുമ്പോൾ, ഒന്ന് തളർന്നു വീഴുമ്പോൾ അത്താണി വേണം, തണല് വേണം. ആ വെയിലത്ത് തണലായി നിൽക്കുന്ന ആളാണ് തങ്ങൾ, അല്ലെങ്കിൽ പള്ളിയിലച്ചന്മാർ. ആരാണെങ്കിലും നമ്മൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ ആരുമില്ല. ഒന്ന് വീണുപോയാൽ പിടിക്കാൻ ആരുമില്ല. വീണുപോയാൽ കൂടെ നിൽക്കുന്നവൻ ആ അവസരം മുതലാക്കി ചവിട്ടും. അതാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ ഇടയിൽ നടക്കുന്നത്. അതായത് ആരെങ്കിലും ഒരാൾ വീണുപോയാൽ അവൻ ആ അവസരത്തിൽ ചവിട്ടാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥ. ആ ദൗർഭാഗ്യകരമായ അവസ്ഥ മാറട്ടെ. ഹിന്ദുക്കൾക്കും ഇതേപോലെ തങ്ങളെപ്പോലെ, ക്രിസ്ത്യൻ പള്ളികളെ പോലെ ഒരു ആത്മീയ നേതൃത്വം നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.